രണ്ട് സൈബർ കേസുകളിലായി 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ഇതര സംസ്ഥാനക്കാരായ 3 പേരെ ഉത്തരേന്ത്യയിൽ നിന്നും തൃശൂർ സൈബർ ക്രൈം പോലീസ് പിടികൂടി. പുന്നിയൂർ സ്വദേശികളുടെ പണമാണ് പ്രതികൾ തട്ടിയെടുത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്കും മുതിർന്ന പൌരന്മാർക്കും ദർശനത്തിനുള്ള ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. തീരുമാനം ദേവസ്വം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. കാരളം നന്ദി റോഡിൽ പാടത്ത് അറവ് മാലിന്യം തള്ളിയ സംഭവത്തിൽ നടപടി. മാലിന്യം തള്ളിയ പോട്ട സ്വദേശിയെ കൊണ്ട് തന്നെ മാലിന്യം തിരിച്ചെടുപ്പിച്ചു. 25,000 രൂപ പിഴയും ചുമത്തി. കുടിവെള്ളത്തിന് സർക്കാർ സംവിധാനങ്ങളെ കാത്തുനിൽക്കാതെ കൊടുങ്ങല്ലൂർ കല്ലുംപുറം നിവാസികൾ. ജലവിതരണ പദ്ധതി നടപ്പാക്കുന്നത് പ്രദേശവാസികളുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചു. അപ്രതീക്ഷിത മഴയിൽ അരിമ്പൂർ, അന്തിക്കാട്, മണലൂർ പ്രദേശങ്ങളിലെ കോൾ പാടശേഖരങ്ങളിലെ കൃഷിനാശത്തിൽ 1 കോടി രൂപയോളം നഷ്ടം. അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകർ. സ്കൂൾ കലോത്സവത്തിൽ അവതരണഗാനത്തിന്റെ നൃത്താവിഷ്കാരം കേരള കലാമണ്ഡലം ചിട്ടപ്പെടുത്തും. വിദ്യാർത്ഥികളെ സൗജന്യമായി നൃത്തം അഭ്യസിപ്പിക്കുമെന്ന് കേരള കലാമണ്ഡലം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. 2 സൈബർ കേസുകളിലായി 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ഇതര സംസ്ഥാനക്കാരായ 3 പേരെ ഉത്തരേന്ത്യയിൽ നിന്നും തൃശൂർ സൈബർ ക്രൈം പോലീസ് പിടികൂടി. ബീഹാർ സ്വദേശികളായ സഞ്ജയ് കുമാർ, അഭിനവ് സിംഗ്, ജാർഖണ്ഡ് സ്വദേശി ദിനുകുമാർ മണ്ഡൽ എന്നിവരാണ് അറസ്റ്റിലായത്. പെരിങ്ങാവ് സ്വദേശിയെ ഫോണിൽ വിളിച്ച് ഓല ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്യുന്നതിനായി ഒരു വെബ്സൈറ്റ് ലിങ്ക് അയച്ചു കൊടുത്ത് അതിലൂടെ 1,38,500 രൂപയാണ് തട്ടിയത്. സ്കൂട്ടറോ തുകയോ ലഭിക്കാതായതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത്. മറ്റൊരു കേസിൽ പുന്നയൂർ സ്വദേശിയുടെ 7,14,100 രൂപയാണ് തട്ടിയെടുത്തത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തതായുള്ള മെസ്സേജ് ഫോണിലേക്ക് അയച്ച് അതിലൂടെ ലിങ്ക് നൽകി. പിന്നീട് ബാങ്ക് അധികാരികളാണെന്ന് പറഞ്ഞ് വിവിധ നമ്പറുകളിൽ നിന്ന് ഫോൺ വിളിച്ച് OTP കൈക്കലാക്കിയായിരുന്നു തട്ടിപ്പ്. 2 കേസിലും അന്വേഷണം ആരംഭിച്ച തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പ്രതികളെ ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നുമായാണ് പിടികൂടിയത്. ഈ പ്രതിയിലേക്ക് എത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ ചെയ്തിരുന്നു. ഏകദേശം 100ന് മുകളിലുള്ള കോൾ ഡീറ്റെയിൽസുകൾ പരിശോധിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ എക്സാക്ട് രീതി ഞാൻ പറയുന്നില്ലെങ്കിലും അതിൽ നിന്ന് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തോടുകൂടി ഈ പ്രതിനെ സീറോ ഇൻ ചെയ്ത് പ്രതിനെ കണ്ടെത്തി ആ പ്രതിയിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ സൈബർ തട്ടിപ്പുകളിൽ പരമാവധി പെടാതിരിക്കാനുള്ള ശ്രദ്ധാപൂർവ്വമുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇരയായി കഴിഞ്ഞാൽ 1930 എത്രയും പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമൗണ്ട് ഹോൾഡ് ആവും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇൻസ്പെക്ടർ സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്കും മുതിർന്ന പൌരന്മാർക്കും ദർശനത്തിനുള്ള ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റി. ദേവസ്വത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഏകാദശിയോടനുബന്ധിച്ചാണ് തദ്ദേശീയർക്കും മുതിർന്ന പൌരന്മാർക്കുമുള്ള ക്യൂ സംവിധാനം ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഏകാദശി ആഘോഷം കഴിഞ്ഞതിന് ശേഷവും ഇത് തുടരുകയായിരുന്നു. ഇതിൽ പ്രദേശവാസികളായ ഭക്തരുടെ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. മുതിർന്ന പൌരന്മാരും അമർഷത്തിലാണ്. ദേവസ്വത്തിന്റെ നയം ഭക്തരുടെ വികാരം മാനിച്ചല്ലെന്നാണ് ആക്ഷേപം. ബന്ധുവിന്റെ മരണം മൂലം വാലായ്മയുള്ള തന്ത്രി ഏകാദശി ഊട്ടിന് വിളക്ക് കൊളുത്തിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തന്ത്രി സമാജവും യോഗക്ഷേമ സഭയും ഈ വിഷയത്തിൽ തന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ സുഹൃത്തിന് സൗജന്യമായി കളഭം നൽകിയില്ലെന്നാരോപിച്ച് ക്ഷേത്ര മാനേജരെ സ്ഥലം മാറ്റിയത് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ദർശനത്തിനെത്തുന്ന ഭക്തരെ ശ്രീകോവിലിന് മുന്നിൽ ബലമായി തള്ളി നീക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട്. ശ്രീകോവിലിന് മുന്നിൽ ഇത് പലപ്പോഴും വാഗ്വാദത്തിന് ഇടയാക്കുന്നുണ്ട്. സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവരെ ബലമായി തള്ളിയും വലിച്ചുമാണ് നീക്കുന്നത്. ആരാധനാലയത്തിലെ സാഹചര്യത്തിന് നിരക്കാത്ത വിധം ഉറക്കെ ചീത്ത വിളിച്ചും ഭണ്ഡാരത്തിൽ ശബ്ദത്തിലടിച്ചും പെരുമാറുന്ന ജീവനക്കാർ ക്ഷേത്രത്തിന് കളങ്കമാണെന്നാണ് ഭക്തരുടെ വികാരം. അനാവശ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഭരണസമിതി ഭക്തർക്ക് സുഖസന്ദർശനത്തിനും ക്ഷേത്രത്തിന്റെ പാവനത സൂക്ഷിക്കാനും ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രാദേശികർക്ക് ദർശനം നടത്തുന്നതിനുള്ള വരി ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്തർ ദേവസ്വം ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കമുള്ള 100ഓളം പേരാണ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. ദേവസ്വം ഭരണസമിതി അനുകൂല തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ മുഴുവൻ പ്രാദേശിക ഭക്തജനങ്ങളെയും ഉൾപ്പെടുത്തി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച് ദേവസ്വം ഭരണസമിതിക്ക് നിവേദനവും നൽകി. അടുത്ത ഭരണസമിതി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന് ദേവസ്വം ചെയർമാൻ
ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. പ്രസിഡന്റ് ജി കെ പ്രകാശൻ, സെക്രട്ടറി പി എ സജീവൻ, ട്രഷറർ പി മുരളീധര കൈമൾ, ബിന്ദു നാരായണൻ, സതു താമരശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരളം നന്ദി റോഡിൽ പാടത്തേക്ക് അറവ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടി. മാലിന്യം തള്ളിയ ചാലക്കുടി പോട്ട സ്വദേശി ചിറക്കാട്ടുകാരൻ മാഹിനെതിരെയാണ് കാരളം പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. സ്വന്തം ചെലവിൽ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യിക്കുകയും മാലിന്യം തള്ളിയ സ്ഥലം ക്ലോറിൻ ചെയ്ത് ശുചീകരിപ്പിക്കുകയും 25,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. മാലിന്യം ശരിയായി സംസ്കരിക്കാമെന്ന് നന്ദി പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് തടയാൻ ഇയാൾ സ്വന്തം ചെലവിൽ 2 CCTV-കൾ സ്ഥാപിക്കാമെന്നുള്ള ഉറപ്പിലാണ് പഞ്ചായത്ത് നടപടികൾ അവസാനിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ NR രതീഷ്, വാർഡംഗം അമ്പിളി റനിൽ എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെയാണ് നിരവധി ചാക്കുകളിലായി അറവ് മാലിന്യം റോഡരികിലോട് ചേർന്ന് പാടത്തേക്ക് തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. രാവിലെ വന്നു. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് 25,000 രൂപ പിഴ അടപ്പിക്കുകയും പിന്നെ ഈ മാലിന്യം തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവരോട് അതിന് പുറമെ ഈ മാലിന്യം കൊണ്ടുപോയി എവിടെയാണ് സംസ്കരിക്കുന്നത് കൃത്യമായിട്ട് എഴുതി ഒപ്പ് വെച്ചതിന് ശേഷം മാത്രം ഈ മാലിന്യം എവിടെ കൊണ്ടുപോകുമെന്ന് പറയാനും പറഞ്ഞിട്ടുണ്ട്. ചുവപ്പ് നടയുടെ കുരുക്കഴിയാൻ കാത്തുനിൽക്കാതെ വീട്ടുമുറ്റത്തേക്ക് സ്വന്തമായി ശുദ്ധജലം എത്തിക്കുകയാണ് കല്ലുംപുറം നിവാസികൾ. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ശാന്തിപുരം കല്ലുംപുറം പ്രദേശത്തെ 60ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രാദേശിക ജലവിതരണ പദ്ധതി യാഥാർത്ഥ്യമാകുകയാണ്. കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മാത്രമാണ് ആശ്രയം. പുഴയോരമായതിനാൽ പരമ്പരാഗത ജലസ്രോതസ്സുകളിൽ ഉപ്പുരസമുള്ള വെള്ളമാണുള്ളത്. ദേശീയപാത നവീകരണം ആരംഭിച്ചതോടെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ശുദ്ധജല വിതരണം താറുമാറായി. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ ചേർന്ന് കുടിവെള്ള വിതരണ പദ്ധതിക്ക് രൂപം നൽകിയത്. ശുദ്ധജലം ലഭിക്കുന്ന സ്ഥലത്ത് 3 കുഴൽക്കിണറുകൾ കുഴിച്ച് അതിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം പൈപ്പ് ലൈൻ സ്ഥാപിച്ച് വീടുകളിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി. 7ാം വാർഡ് അംഗവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PA നൌഷാദിന്റെ നേതൃത്വത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. കുടിവെള്ള പ്രശ്നം നിരന്തരമായുള്ളൊരു പ്രശ്നം കാരണം നമ്മളിവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒരു ടാങ്ക് വെച്ച് എല്ലാ വീടുകളിലേക്കും ഒരു പൈപ്പ് ലൈൻ, അങ്ങനെ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് എല്ലാവരുടെ സഹകരണം കൊണ്ട് നമ്മളൊരു വീടിന് മിനിമം ഒരു 5,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് അതിനിടയ്ക്ക് കുറച്ച് സ്പോൺസർമാരെ നമ്മൾ കണ്ടെത്തി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് പണി നമ്മൾ ഇവിടെയുള്ള കൂട്ടായ്മ ഇത്രയും ആളുകൾ കൂടിയിട്ട് നമ്മൾ അതിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ടുണ്ട്. ഒരു 90% ഇപ്പോൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജലവിതരണ പദ്ധതിക്ക് 3 ലക്ഷം രൂപയാണ് പ്രാഥമിക ചിലവ് വരുന്നത്. ഇതിൽ പകുതി തുക ഗുണഭോക്താക്കളിൽ നിന്നും സമാഹരിച്ചു കഴിഞ്ഞു. ബാക്കി തുക വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്പോൺസർഷിപ്പ് വഴി സമാഹരിക്കും. ജലവിതരണ പദ്ധതിയുടെ വൈദ്യുതി ചാർജ് ഉൾപ്പെടെയുള്ള തുടർ ചിലവുകൾ ഗുണഭോക്താക്കൾ ഉൾപ്പെട്ട കമ്മിറ്റി വഹിക്കും. സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഈ കല്ലുംപുറത്ത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി നമ്മൾ സാമ്പത്തികമുള്ള നമ്മുടെ ഈ പ്രദേശം സഹായിക്കാൻ പറ്റിയ ആളുകളൊക്കെ പോയി കണ്ട് അതാണ് ഒരു 17,000 രൂപ അടുത്ത് വരുന്ന 2 മോട്ടർ 2 ഇക്കന്മാരാണ് നമുക്ക് വാങ്ങിച്ചു തന്നത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം വന്ന ടാങ്കുകൾ ഒരു 6 എണ്ണം നമുക്ക് 6 ആൾ സ്പോൺസർ ചെയ്ത് അത് അവർ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ നമ്മളിവിടെ ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഈ കാര്യം ഭംഗിയായിട്ട് നടക്കുന്നത്. പൈപ്പ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തന്നെ ജലവിതരണം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ആമിന അൻവർ ചെയർമാനും താജുദ്ദീൻ പുതുവീട്ടിൽ കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ജലവിതരണ പദ്ധതി നടപ്പിലാക്കുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. അപ്രതീക്ഷിത മഴയിൽ അരിമ്പൂർ, അന്തിക്കാട്, മണലൂർ പ്രദേശങ്ങളിലെ കോൾ പാടശേഖരങ്ങളിലെ കൃഷിനാശത്തിലുണ്ടായത് 1 കോടി രൂപയോളം നഷ്ടം. അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകർ. അന്തിക്കാട് പാടശേഖരത്തിൽ 350 ഏക്കറും അരിമ്പൂർ വാരിയം കോൾ പാടശേഖരത്തിൽ 100 ഏക്കറും സൗത്ത് മണലൂർ പാടശേഖരത്തിൽ 15 ഏക്കറും കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴയെ തുടർന്ന് പാടത്തേക്ക് ഒഴുകിയെത്തിയ വെള്ളത്തിനൊപ്പം ചണ്ടിയും കുളവാഴയും നെൽച്ചെടികൾക്ക് മീതെ അടിഞ്ഞുകൂടിയതോടെയാണ് കൃഷി പൂർണ്ണമായും നശിച്ചതെന്ന് കർഷകർ പറയുന്നു. വളപ്രയോഗം ഉൾപ്പെടെ നടത്തിയ നെൽച്ചെടികളാണ് നശിച്ചത്. കനത്ത മഴ ശമിച്ചപ്പോൾ മോട്ടോർ പ്രവർത്തിപ്പിച്ച് കോൾ പടവുകളിലെ വെള്ളം വറ്റിക്കാൻ പടവ് കമ്മിറ്റികൾ ശ്രമിച്ചുവെങ്കിലും കരിവാലി ചണ്ടി വന്നടിഞ്ഞതോടെ ഇറിഗേഷൻ കനാലുകളിൽ നീരൊഴുക്ക് നിലയ്ക്കുകയും പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകാത്ത സ്ഥിതിയുണ്ടാവുകയുമായിരുന്നുവെന്ന്
വിവിധ പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കണ്ടില്ലേ, ഇതാണിപ്പോ ഞങ്ങളുടെ വാര്യമ്പടവിലെ വെള്ളം കയറി നശിച്ചു കൊണ്ടിരിക്കുന്ന ഞാറ് നട്ടത്. എനിക്ക് 63 സെന്റാണ് കൃഷിയിടം ഉള്ളത്. അതിൽ കംപ്ലീറ്റ് മുങ്ങിപ്പോയി ഈ അവസ്ഥയിലാണ്. ഞാൻ മണലൂര് സൗത്ത് പാടശേഖര സമിതിയിലെ ഒരു കർഷകനാണ്. ഞാൻ ഇവിടെ 1 ഏക്കർ കൃഷി ഞാൻ ചെയ്തു. ഉഷാറായിട്ടുള്ള നെല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലത്തെ ന്യൂനമർദ്ദത്തിൽ ചണ്ടി അതുപോലെ തന്നെ വെള്ളം നിന്നിട്ട് നശിച്ചു. ഈ കാണാനാണ് നമ്മുടെ നിലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഉയർത്തി വെച്ചാലും ഇതിന്റെ കട ഒക്കെ ആകെ ചീഞ്ഞു പോയി. കൃഷിക്കാർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ഇറിഗേഷൻ കനാലിൽ ആഴത്തിൽ വേരോടിയ കരിവാലിച്ചണ്ടി അടിയന്തിരമായി നീക്കം ചെയ്യണമെന്നും പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലം ചിട്ടപ്പെടുത്തും. വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കാമെന്ന് കലാമണ്ഡലം സർക്കാരിനെ അറിയിച്ചു. നൃത്തം പഠിപ്പിക്കാൻ പ്രശസ്ത നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശം വിവാദമായിരുന്നു. കലോത്സവത്തിലൂടെ വളർന്നുവന്ന നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് അഹങ്കാരമെന്നായിരുന്നു മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. വെഞ്ഞാറമൂട് നടന്ന ഒരു പൊതുപരിപാടിക്കിടെയാണ് മന്ത്രി നടിക്കെതിരെ ആഞ്ഞടിച്ചത്. ജനുവരി 4 മുതലാണ് തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തുന്നത്. ഈ കലോത്സവത്തിന്റെ അവതരണ ഗാനം ചിട്ടപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരു നടിയെ സമീപിച്ചു. ഗാനം ചെയ്യാം എന്നേറ്റ അവർ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. കലോത്സവത്തിലൂടെ വളർന്ന് താരമായ നടിക്ക് അഹങ്കാരവും പണത്തിനോട് ആർത്തിയും എന്നായിരുന്നു വിമർശനം. പരാമർശം വിവാദമായതോടെ മന്ത്രി പിന്നീട് പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തിരുന്നു. ചേർപ്പ് പൂച്ചിനിപ്പാടത്ത് സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൂടെയുണ്ടായിരുന്ന മകൾക്ക് ഗുരുതര പരിക്കേറ്റു. തൊട്ടിപ്പാൾ സ്വദേശി നീലങ്കാവിൽ വീട്ടിൽ 59 വയസ്സുള്ള വിൻസെന്റാണ് മരിച്ചത്. മകൾ വിവനയെ ഗുരുതര പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വടക്കുനാഥൻ ബസ്സാണ് ബൈക്കിൽ ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വിൻസെന്റിനെ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. പോലീസ് അകമ്പടിയിൽ അതീവ സുരക്ഷയിലാണ് സതീഷ് കോടതിയിലെത്തിയത്. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ചാക്കുകെട്ടുകളിൽ 6.5 കോടി രൂപ എത്തിച്ചു എന്നായിരുന്നു തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തൃശൂർ പോലീസ് ക്ലബിലെത്തി അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പ്രശസ്ത തബല വിദ്വാൻ സാക്കിർ ഹുസൈൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് US-ലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലെത്തിയിരുന്നു. രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും സാക്കിർ ഹുസൈനെ അലട്ടിയിരുന്നു. തബലവാദനത്തിന്റെ ഇതിഹാസം സാക്കിർ ഹുസൈന്റെ ഓർമ്മയിൽ മേളകലയുടെ ഈറ്റില്ലമായ പെരുവനം ഗ്രാമം. 2017 മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേളി സംഘടനയുടെ 25ാം വാർഷികത്തിനാണ് സക്കീർ ഹുസൈൻ ചേർപ്പ് CNN സ്കൂളിലെ വേദിയിലെത്തിയത്. മേളപ്രമാണിമാരായ പെരുവനം കുട്ടന്മാരാരും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും ചേർന്നാണ് സക്കീർ ഹുസൈനെ ആദരിച്ചത്. വാദികലയിലെ ആചാര്യന്മാർ സക്കീർ ഹുസൈന് വീരശൃംഖലയും സമർപ്പിച്ചു. പെരുവനം കുട്ടന്മാരാർ പാണ്ഡിമേളം നടത്തിയാണ് സക്കീർ ഹുസൈനെ വരവേറ്റത്. മട്ടന്നൂരിനോടൊപ്പം ചെണ്ടയിലും തബലയിലും ലൈവിന്യാസം സമർപ്പിച്ചാണ് തബലയുടെ മാന്ത്രികൻ അന്ന് ചേർപ്പിൽ നിന്ന് മടങ്ങിയത്. കലയോടുള്ള പെരുവനം ഗ്രാമത്തിന്റെ സവിശേഷത മാനിച്ചാണ് സക്കീർ ഹുസൈൻ വീരശൃംഖല ഏറ്റുവാങ്ങാൻ ചേർപ്പിലെത്തിയത്. പെരുവനം ഗ്രാമചരിത്രം കലയിലൂടെ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും അന്ന് സക്കീർ ഹുസൈൻ നിർവഹിച്ചിരുന്നു. TCV ന്യൂസ്, ചേർപ്പ്. കടവലൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കലിങ്കിലിടിച്ച് കാർ യാത്രക്കാരെ 2 പേർക്ക് പരിക്ക്. സംസ്ഥാനപാതയിൽ കടവലൂർ ഹൈസ്കൂളിന് സമീപം രാവിലെ 7:30ഓടെയായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രക്കാരായ 2 പേരെ നാട്ടുകാർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിലേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വടക്കാഞ്ചേരി ഊട്ടുപാറയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരനായ അകമല ചക്യാറ കരിപ്പറമ്പിൽ വീട്ടിൽ അനിൽകുമാറിന് പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഓട്ടുപാറ സ്റ്റാൻഡിലേക്ക് കയറുന്നതിനിടെ ഇതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപം KSRTC ബസ് ഓട്ടോറിക്ഷയിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോറിക്ഷ യാത്രക്കാരൻ മരിച്ചു. പാലപ്പള്ളി കാരിക്കുളം സ്വദേശി പറമ്പൻവെട്ടിൽ 67 വയസ്സുള്ള മമ്മൂദാണ് മരിച്ചത്. അപകടത്തിൽ മമ്മൂദിന്റെ ഭാര്യ തായിമ്മ, മകൾ ഷാനിദ, ഓട്ടോ ഡ്രൈവർ കുഞ്ഞു മുഹമ്മദ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ മമ്മൂദ് മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് മരിച്ചത്. മമ്മൂദിന്റെ ചികിത്സയ്ക്കായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം നടന്നത്. യു-ടേണിന് സമീപം പെട്ടെന്ന് ബ്രേക്കിട്ട കാറിൽ ഇടിക്കാതിരിക്കാൻ നിർത്തിയിട്ട ഓട്ടോയുടെ പുറകിൽ ബസ് വന്നിടിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാൾ കോമ്പൗണ്ടിൽ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ തള്ളിയതിൽ പ്രതിഷേധം. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ബോർഡുകളും മറ്റുമാണ് ടൗൺ ഹാൾ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. ടൗൺ ഹാളിന് സമീപം കഴിഞ്ഞ ദിവസം മൂർഖൻ പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരുന്നു. കോമ്പൗണ്ടിൽ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് ശുചീകരണ തൊഴിലാളികൾ 5 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ കണ്ടത്. ഇതോടെ തൊഴിലാളികൾ ഭീതിയിലാണ്. ശുചിത്വ നഗരം എന്ന് പ്രഖ്യാപിച്ച നഗരസഭയുടെ സ്വന്തം ടൗൺ ഹാൾ കോമ്പൗണ്ടിലാണ് ഫ്ലക്സ് ബോർഡുകളുടെയും മറ്റും സംഭരണ കേന്ദ്രമാക്കി മാറ്റിയത്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രനടയിലെ വിവാഹ രജിസ്ട്രേഷനുള്ള നഗരസഭയുടെ കൌണ്ടർ വെള്ളിയാഴ്ച മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വത്തിന്റെ സഹകരണത്തോടെ ദേവസ്വത്തിന്റെ വൈജയന്തി കെട്ടിടത്തിലാണ് വിവാഹ രജിസ്ട്രേഷൻ കൌണ്ടർ ആരംഭിക്കുന്നത്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന വധൂവരന്മാർക്ക് വിവാഹം നടന്നയുടൻ തന്നെ രജിസ്ട്രേഷൻ നടത്താൻ ഇത് ഏറെ സഹായകരമാകും. ഈ സേവനം നടപ്പിലാക്കുവാനായി 17 ലക്ഷം രൂപയാണ് നഗരസഭ ചെലവിടുന്നത്. രജിസ്ട്രേഷൻ കൌണ്ടറിൽ നഗരസഭയുടെ 2 ജീവനക്കാരുടെ സേവനമുണ്ടാകും. നഗരസഭ ഓഫീസിലെ വിവാഹ രജിസ്ട്രേഷൻ സൗകര്യം പതിവ് പോലെ പ്രവർത്തിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AS മനോജ്, AM ഷഫീർ, AS സായിനാഥൻ, സെക്രട്ടറി H അഭിലാഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വീട്ടുമുറ്റത്തെ ഇരുമ്പ് കയറ്റി വീണുണ്ടായ അപകടത്തിൽ നിന്നും 2 വയസ്സുകാരനെ രക്ഷിച്ചത് അമ്മയുടെ സമയോചിതമായ ഇടപെടൽ. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മാർത്തോമ ദേവാലയത്തിന് സമീപം പള്ളിയിൽ ബിജോയിയുടെ 2 വയസ്സുകാരനായ മകൻ കെൻസ് അമ്മ ഗ്രീഷ്മയ്ക്കൊപ്പം മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം നടന്നത്. തുറക്കുന്നതിനിടെ നിലംപതിച്ച സ്ലൈഡിംഗ് ഗേറ്റ് കുട്ടിയുടെ ദേഹത്തേക്ക് വീഴുന്നതിന് മുൻപ് ഗ്രീഷ്മ ഗേറ്റ് താങ്ങിപ്പിടിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കാലാവധി കഴിഞ്ഞ മാസങ്ങളായിട്ടും ചിട്ടിപ്പണം തിരികെ നൽകാതെ ചാലക്കുടിയിലെ സഹകരണ സ്ഥാപനം നിക്ഷേപകരെ കബളിപ്പിച്ചതായി പരാതി. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന തൃശൂർ വിഡു ഡെവലപ്പേഴ്സ് സഹകരണ സംഘത്തിനെതിരെ മറ്റത്തൂർക്കുന്ന് സ്വദേശി രാമദേവനാണ് പരാതി നൽകിയത്. അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. നിരവധി പേർ വേറെയും പരാതിക്കാരായി ഉണ്ട്. കുറച്ചു നാളുകളായി ഓഫീസ് വല്ലപ്പോഴുമേ തുറക്കുന്നുള്ളൂവെന്ന് പറയുന്നു. പ്രസിഡന്റിനെയും മറ്റു ഭാരവാഹികളെയും ഫോണിൽ വിളിച്ചപ്പോൾ കഴിഞ്ഞ ഭരണസമിതി ഭാരവാഹികൾ ചിട്ടിക്കണക്കുകൾ തരാത്തതിനാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് മറുപടി. ഇപ്പോൾ ഫോൺ വിളിച്ചാൽ ബന്ധപ്പെട്ടവർ എടുക്കുന്നില്ലെന്നും നിക്ഷേപകർ പറയുന്നു. വഞ്ചിതരായ ചിട്ടി വരിക്കാർക്ക് എത്രയും വേഗം ചിട്ടിപ്പണം തിരികെ ലഭിക്കാൻ നിയമപരമായി ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കണമെന്ന് AN രാമദേവൻ, ഡേവിസ് നമ്പാടൻ, NP പ്രദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് KSEB സെക്ഷൻ ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ പൊതുയോഗം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിനുണ്ടാക്കിയ ദീർഘകാല കരാർ റദ്ദാക്കിയ LDF സർക്കാർ 3 ഇരട്ടി അധിക നിരക്കിൽ പുതിയ കരാർ നടപ്പിലാക്കിയതാണ് KSEBയെ പ്രതിസന്ധിക്ക് കാരണമെന്ന് MP വിൻസെന്റ് പറഞ്ഞു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഭാസ്കരൻ ആദങ്കാവിൽ, KC അഭിലാഷ്, റോയ് K ദേവസി, KP ചാക്കോച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുത ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുത ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാട്ടൂർ, കാരളം, പടിയൂർ, പൂമംഗലം, വേളൂക്കര പഞ്ചായത്തുകളിലെ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിറ്റോ കുര്യൻ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി KK ശോഭനൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമഠം, MG റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈദ്യുത ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറഞ്ചേരി പനമ്പാട് KSEB ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TK അഷ്റഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് B ചന്ദ്രവല്ലി, പുന്നയ്ക്കൽ സുരേഷ്, A പവിത്രകുമാർ എന്നിവർ പങ്കെടുത്തു.
വൈദ്യുത ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. 3 പീടികയിൽ നടന്നും പെരിഞ്ഞനം KSEB ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. KPCC സെക്രട്ടറി KV ശശികുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P. മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KF ഡൊമിനിക്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, നേതാക്കളായ CS രവീന്ദ്രൻ, PM.A. ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ശശി പ്രവർത്തകൻ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല വൈദ്യുത ചാർജ് വർധനയ്ക്കെതിരെ കോൺഗ്രസ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇരിങ്ങാലക്കുട ബിഷപ്പ് ഹൌസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി, സതീഷ് വിമലൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ അബ്ദുൾ ഹക്ക്, സാജു പാറേക്കാടൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വാസുദേവൻ അന്തിക്കാട് അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, BJP ദേശീയ കൌൺസിൽ അംഗം MS സമ്പൂർണ്ണ, പ്രസ് അക്കാദമി വൈസ് പ്രസിഡന്റ് TS സുഭാഷ്, TS നീലാംബരൻ, അലക്സാണ്ടർ സാം തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗമായി R. ജയകുമാറിനെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. ഗുരുവായൂർ സ്വദേശിയായ ജയകുമാർ നേരത്തെയും കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 22-ാം തീയതി തിരുനാവായ ക്ഷേത്രത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ചുമതലയേൽക്കും. ഗുരുവായൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് കൂടിയാണ് ജയകുമാർ. ദേശമംഗലം പഞ്ചായത്തിൽ കേരളോത്സവം പാതിവഴിയിൽ നിർത്തിവെച്ച LDF ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുൻപിൽ പ്രതീകാത്മക കേരളോത്സവം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K. പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു മഠത്തിലാത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഇല്യാസ് സിദ്ദിഖ്, ഷറഫുദ്ദീൻ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കിഴക്കേനടയിലെ മഞ്ജുലാൽ തറയിൽ കുചേല പ്രതിമയ്ക്ക് ദേവസ്വത്തിന്റെ അവഗണന. കയ്യിലുണ്ടായിരുന്ന കീറിപ്പറഞ്ഞ ഓലക്കുടയും ഈയിടെ പറന്നുപോയി. പലയിടത്തും പെയിന്റ് ഇളകിപ്പോയി. പ്രതിമയ്ക്ക് വിള്ളലും സംഭവിച്ചിട്ടുണ്ട്. കുചേല പ്രതിമയും മറുവശത്തുള്ള ഗരുഡ പ്രതിമയും ഇവ സ്ഥിതി ചെയ്യുന്ന മഞ്ജുലാൽ തറയും നവീകരിക്കുമെന്ന് ദേവസ്വം പ്രഖ്യാപിച്ചിട്ട് 2 വർഷത്തോളമായി. 2023 ജൂലൈയിൽ ഇതിന്റെ ചെറുരൂപം പ്രദർശിപ്പിച്ചുവെങ്കിലും ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച കുചേല ദിനം ആഘോഷിക്കും. ധനുമാസത്തിലെ 30 ബുധനാഴ്ചയാണ് കുചേല ദിനം ആഘോഷിക്കുന്നത്. കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ വിശേഷാൽ അവിൽ നിവേദ്യത്തിന് ഷീട്ടാക്കൽ ആരംഭിച്ചു. അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ് ബാക്കി വരുന്ന ടിക്കറ്റുകൾ ചൊവ്വാഴ്ച വൈകിട്ട് 5 മുതൽ ക്ഷേത്രം കൌണ്ടറിൽ വിതരണം ചെയ്യും. അവിൽ, പഴം, ശർക്കര തുടങ്ങിയവ ഭക്തർക്ക് നേരിട്ട് കൊണ്ടുവന്ന് നിവേദിക്കുന്നതിനുള്ള സംവിധാനവും ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുചേലവ്രതം കഥകളി സംഗീതാർച്ചന നടത്തും. തുടർന്ന് നൃത്തശില്പവും അരങ്ങേറും. കടങ്ങോട് കിണറ്റിൽ വീണ കുറുനരിയെ എരുമപ്പെട്ടി വനപാലകർ രക്ഷപ്പെടുത്തി. കടങ്ങോട് പഞ്ചായത്ത് 4-ാം വാർഡ് തെക്കുമുറി പൊയ്യത്ര മാധവന്റെ വീട്ടുകിണറ്റിലാണ് കുറുനരി വീണത്. രാവിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കയ്പമംഗലം ജാമിയ മുസ്താനുൽ ഉലും മഹാസമ്മേളനത്തിന് തുടക്കമായി. E.T. ടൈസൺ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുൻ MP TN പ്രതാപൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. മുസ്താനുൽ ഉലും പ്രസിഡന്റ് KA മുഹമ്മദ് ഹസൻ അധ്യക്ഷത വഹിച്ചു. ബക്കർ മേത്തല, EKM പന്നൂർ, ബിലാൽ സുലാഹി, നൌഷാദ് ആറ്റുപറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 22-ാം തീയതി സമ്മേളനം സമാപിക്കും. ആംഗലേയ വിദ്യാഭ്യാസം സോനിയർ കമ്മിറ്റിയുടെ ഇല്ലാതായി മാറും. അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ ആ നേടുന്ന അറിവ് യഥാർത്ഥ അറിവ് നേടിയാൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പോഷൻ ട്രാക്കർ സംവിധാനം പിൻവലിക്കണമെന്ന് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മേച്ചേരിപ്പടിയിൽ മുല്ലശ്ശേരി പ്രോജക്ട് സെക്രട്ടറി KP ശ്രീജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KK ഷീല അധ്യക്ഷയായി. PA സുശീല, KA സ്വാതി, ജില്ലാ സെക്രട്ടറി MS പ്രേമലത, KK ബാബു തുടങ്ങിയവർ സംസാരിച്ചു.
പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര സംഗീതവും തിരക്കഥയും ദൃശ്യാവിഷ്കാരവും നിർവഹിച്ച വരും കാത്തിരിക്കണം എന്ന ഗാനം ശ്രദ്ധേയമാകുന്നു. വേലിക്കരികോരം മോഹമധുമാങ്ങ ചിരിച്ചു തന്നീലേ കാറ്റിൻ കുറുമ്പോട് കാതിൽ കിസ പാടി കുഞ്ഞി വന്നീലേ. കുഞ്ഞുനാളിൽ മുട്ടിട്ട ഇഷ്ടം കൗമാര പ്രണയമായി വളർന്ന് വിരഹത്തിന് വഴിമാറുന്നതും അനന്തമായ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും പ്രണയാനുഭൂതിയിലേക്ക് ഉണരുന്നതും മനോഹരമായി ഈ ഗാനാവിഷ്കാരത്തിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു മ്യൂസിക് വീഡിയോ ചെയ്യണമെന്ന്. അതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ ഒരു പാട്ട് വിഷ്വൽ ചെയ്യണമെന്ന്. ഇതിൻ്റെ പേര് വരും കാത്തിരിക്കണം എന്നാണ്. 17ൻ്റെ പൂങ്കരളിൽ എന്ന പാട്ട് പാടിയ കബീറും നവാഗതയായ അനുജ ഹസിബുമാണ് പാടിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത് എൻ്റെ മകൻ അവിൻ മോഹൻ സിത്താരയാണ്. വേലിക്കരികോരം മോഹമധുമാങ്ങ ചിരിച്ചു തന്നീലേ കാറ്റിൻ കുറുമ്പോടെ കാതിൽ കിസപ്പാടി കുണുങ്ങി വന്നീലേ. തൃശൂരിൽ ചലച്ചിത്ര സംവിധായകൻ വിനയൻ ഗാനത്തിന്റെ റിലീസിംഗ് നിർവഹിച്ചു. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, ചലച്ചിത്ര താരങ്ങളായ ശിവജി ഗുരുവായൂർ, സുനിൽ സുഗത, ജയരാജ് വാര്യർ, മഞ്ജു സുഭാഷ്, സംഗീത സംവിധായകൻ മോഹൻ സിത്താര തുടങ്ങിയവർ പങ്കെടുത്തു. ഓരോ രാവിലും ഞാനിൻ വാതിലിൽ കാണും നീല നീല നിലവായി വന്നതാരാണ്, ഓഹോ വന്നതാരാണ്. BK ഹരിനാരായണനാണ് ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. 17ന്റെ പൂങ്കരളിൽ എന്ന ഗാനത്തിലൂടെ ശ്രദ്ധേയനായ കബീറും നവാഗതയായ അനൂജ ഹസീബും ആലപിച്ച ഗാനത്തിന് അവിൻ മോഹൻ സിത്താരയാണ് BGM ഒരുക്കിയിരിക്കുന്നത്. ൈലാഞ്ചിക്കാട്ടിൽ കിന്നാരം ചൊല്ലി വെറുതെ നാം നിൽക്കേ അണ്ണാര കണ്ണൻ കൺചിമ്മി നോക്കി ചിരിച്ചു കളിയാക്കി. TCV ന്യൂസ് തൃശൂർ. CPM മാള ഏരിയ സമ്മേളനത്തിന് ചൊവ്വാഴ്ച കോണത്തുകുന്നിൽ തുടക്കമാകും. വിവിധ പരിപാടികളോടെ 20-ാം തീയതി വരെയാണ് സമ്മേളനം നടക്കുന്നത്. ചൊവ്വാഴ്ച കൊടിമര ജാഥകൾ നടക്കും. 18, 19 തീയതികളിൽ MD കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ ഉദ്ഘാടനം ചെയ്യും. 20-ന് വൈകിട്ട് റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കുമെന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം A രാജേഷ്, CS രഘു, KV ഉണ്ണികൃഷ്ണൻ, CR പുരുഷോത്തമൻ എന്നിവർ അറിയിച്ചു. CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന് കേച്ചേരിയിൽ തുടക്കമായി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ MLA, NR ബാലൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുരളി പെരുന്നെല്ലി MLA, KB അബ്ദുൽ ഖാദർ, K രാമചന്ദ്രൻ MLA, TK വാസു തുടങ്ങിയവർ പങ്കെടുക്കും. ഓൾ ഇന്ത്യ സെന്റർ ഓഫ് ട്രേഡ് യൂണിയൻസ് ജില്ലാ സമ്മേളനം AICTU ദേശീയ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ VV രാജേന്ദ്രൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബാബു ജേക്കബ് അധ്യക്ഷത വഹിച്ചു. MD രാജീവ് സെക്രട്ടറിയും KV പ്രകാശൻ പ്രസിഡന്റുമായി 11-അംഗ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി മോഹൻദാസ്, ജാനകി സുധൻ, ബിൻസി മോൾ, രതീഷ് ആലുങ്കൽ എന്നിവർ സംസാരിച്ചു. ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. 70ഓളം സ്കൂളുകൾ മാറ്റുരച്ച കലോത്സവത്തിൽ 3 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് സ്കൂൾ തിളക്കമാർന്ന വിജയം കൈവരിച്ചത്. K രാധാകൃഷ്ണൻ MP വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രചന, സംസ്കൃതം, പദ്യം ചൊല്ലൽ, ഉറുദു, അനശ്വര AS, ദേശഭക്തി ഗാനം A ഗ്രേഡ്, പദ്യം ചൊല്ലൽ.
കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല പുരുഷ വനിതാ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് വനിതാ വിഭാഗത്തിൽ ജേതാക്കളായി. പുരുഷ വിഭാഗത്തിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വിപിൻ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ സമ്മാനദാനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, പ്രൊഫസർ BJ തോമസ്, കായിക വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെയും കുണ്ടായി ബ്രദേഴ്സ് വാട്സാപ്പ് കൂട്ടായ്മയുടെയും സഹകരണത്തോടെ മട്ടത്തൂർ പഞ്ചായത്തിലെ കിടപ്പ് രോഗികൾക്ക് ക്രിസ്മസ് കേക്കുകൾ വിതരണം ചെയ്തു. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ K. കൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പാലിയേറ്റീവ് പ്രവർത്തന രംഗത്ത് മികവ് പുലർത്തി 12 വർഷമായി മട്ടത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിക്കുന്ന PA സിസിലിയെ കൊടുങ്ങാപ്പള്ളി വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി ആദരിച്ചു. സബ് ഇൻസ്പെക്ടർ KT ജോഷി അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ അംഗം ബാബു കുനാമ്പുറത്ത്, വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടപ്പശ്ശേരിക്കാരൻ, പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, ജനമൈത്രി ബീറ്റ് ഓഫീസർ മുഹമ്മദ് സാലി എന്നിവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്ത് കേരളോത്സവത്തിൽ തുടർച്ചയായി 2ാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായ സി സ്റ്റാർ ക്ലബിലെ കായിക താരങ്ങൾക്ക് മാത്രം എറിയാട് പഞ്ചായത്ത് ജേഴ്സി നൽകിയില്ലെന്നാരോപിച്ച് സി സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ എറിയാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ക്ലബ് സെക്രട്ടറി BA സാബിക് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TP റഹീം അധ്യക്ഷത വഹിച്ചു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് നന്ദി അറിയിക്കാൻ കുടുംബം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി. ഈ മാസം 9-ന് പുലർച്ചെ വരവൂരിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ നിന്നും സീറ്റ് ബെൽറ്റിൽ കുരുങ്ങിക്കിടന്നിരുന്ന യുവതിയെ രക്ഷപ്പെടുത്തിയ പോലീസിന് നന്ദി പറയാൻ മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ നിന്നാണ് നവദമ്പതികൾ എത്തിയത്. എറണാകുളം വൈപ്പിനിൽ നിന്ന് വരികയായിരുന്ന ഇസഹാഖ്, ഭാര്യ അസ്മ എന്നിവർ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാഹനം വരവൂരിലെ വേട്ടക്കാണിക്കുന്ന് വെച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ദമ്പതികൾക്ക് ചെറുതുരുത്തി പോലീസാണ് രക്ഷകരായത്. പോലീസ് സ്റ്റേഷനിലെ നൈറ്റ് ഓഫീസറായ ASI UR ജയശ്രീയുടെ നേതൃത്വത്തിൽ പോലീസ് ഓഫീസർ RP സുഗു, ഹോംഗാർഡ് CK ശശികുമാർ എന്നിവരാണ് ഇവരെ രക്ഷപ്പെടുത്തി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടം നടന്നപ്പോൾ നിരവധി വാഹനങ്ങൾ കടന്നുപോയെങ്കിലും ആരും കൈ കാണിച്ചിട്ട് നിർത്തിയില്ലെന്നും മരണം മുന്നിൽ കണ്ട നിമിഷങ്ങളായിരുന്നു അതെന്നും അസ്മ പറഞ്ഞു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയത് പോലീസാണെന്ന് അസ്മ പറഞ്ഞു. വരവൂര് വെച്ചിട്ടൊരു 1.5-2 മണിക്കൂർ ഞങ്ങളെ വണ്ടി ഉറക്കത്തിൽ വിട്ടിട്ട് വണ്ടി മറിയുണ്ടായി. 2 വണ്ടികളൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സീറ്റ് ബെൽറ്റ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡാണ് അവർ അതിൻ്റെ പുറത്തിറങ്ങി, ഞാൻ അതിൻ്റെ ഉള്ളിൽ ആയിരുന്നു. പിന്നെ അതൊരു തന്നെ ചെറുതിരുത്തി പോലീസ് വണ്ടിയാണ് ഞങ്ങളെ അവരെ മേഡം സാറുമാർ ഞങ്ങളെ രക്ഷിച്ചത്. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കിയിട്ട്. TCV ന്യൂസ്, ചെറുതുരുത്തി. കണ്ണിന് കുളിർമയേകി കോട്ടപ്പുറം കുന്നത്തുംപറമ്പ് സർപ്പക്കാവിൽ കായാമ്പു പൂത്തു. 3 വർഷത്തിൽ ഒരിക്കലാണ് കായാമ്പു പൂക്കുന്നത്. കാശാവ് അഥവാ കായാമ്പു പണ്ട് നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്നുവെങ്കിലും ഇപ്പോൾ അപൂർവമാണ്. തണ്ടുകളിൽ വിരിയുന്ന നീല നിറത്തിലുള്ള പൂക്കൾക്ക് ഔഷധ ഗുണവും ഏറെയുണ്ട്. കട്ടിയുള്ള ശിഖരങ്ങളായതിനാൽ പഴയകാലത്ത് കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുവാനും കായാമ്പു ഉപയോഗിച്ചിരുന്നു. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കാരമുക്ക് ലോക്കൽ കമ്മിറ്റി മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ നടത്തി. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ N. രാജൻ സെമിനാർ നയിച്ചു. VV സജീന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം BN സുർജിത്ത്, VV പ്രഭാത്, MP ഷാജി എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രക്ഷോഭങ്ങളുമായിട്ട്, സ്വാതന്ത്ര്യ സമരവുമായിട്ട്, ദേശീയ പ്രക്ഷോഭങ്ങളുമായിട്ട് അതിൻ്റെ സമരധാരകളെ ഒന്നിപ്പിക്കുക, സാമ്രാജ്യത്തെ മാറ്റി നിർത്തുക, തദ്ദേശീയമായിട്ടുള്ള ഭരണകൂടം സ്ഥാപിക്കുക എന്ന ഏകശിലാലക്ഷ്യം. എരുമപ്പെട്ടി അയ്യപ്പൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. താലത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് രാത്രി വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. ഞാങ്ങാട്ടിരി വിളക്ക് സംഘം, മറവട്ടൂർ മാധവൻ വെളിച്ചപ്പാടും സംഘവും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി.
ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുണ്ടാക്കിയ കേക്കുകളുമായി ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ കേക്ക് മേള സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ 9ാം ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലെറ്റീസിയ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ സീന, PTA പ്രസിഡന്റ് ഹരിദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. KP വിശ്വനാഥൻ ഫൗണ്ടേഷൻ കുന്നുകുളം സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മുൻ മന്ത്രി KP വിശ്വനാഥന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ താരമ്പിൽ രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബി രാജീവ് അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് അബ്ദുറഹിമാൻ കുട്ടി, മുൻ UDF തൃശൂർ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു എന്നിവർ സംസാരിച്ചു. പുതുക്കാട് പാഴായി വയോജനവേദിയുടെയും ഗ്രാമീണ വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ പാഴായിയിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്ത് മെമ്പർ ഷിൻഡോ സനോജ് അധ്യക്ഷത വഹിച്ചു. വയോജനവേദി പ്രസിഡന്റ് PS സനൽകുമാർ, സെക്രട്ടറി VM പ്രഹ്ലാദൻ, പഞ്ചായത്ത് അംഗങ്ങളായ KA അനിൽകുമാർ, ഭദ്ര മനു, വായനശാല സെക്രട്ടറി NV ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭ വായനശാല അങ്കണത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം സ്ഥാപിച്ച അമർ ജവാൻ സ്തൂപത്തിൽ പുഷ്പാർച്ചനയും ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ പോലീസ് SHO G അജയകുമാർ ഉപഹാര വിതരണം നടത്തി. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. മേജർ PJ സ്റ്റൈജു, കേണൽ PN ശാന്തമ്മ, ക്യാപ്റ്റന്മാരായ C ബാലകൃഷ്ണൻ, ഔസേബ്, ക്യാപ്റ്റൻ K ദാമോദരൻ, സുബേദാർ MK കുഞ്ഞാവറു എന്നിവരടക്കം 30ഓളം പൂർവ്വ സൈനികരെയാണ് ആദരിച്ചത്. സൈനിക സേവാ സമിതിയുടെ കൺവീനർ KK വേലായുധൻ, പൈതൃകം സെക്രട്ടറി മധു K നായർ, ശ്രീധരൻ മാമ്പുഴ, കലാക്ഷേത്ര ചെയർമാൻ മണലൂർ ഗോപിനാഥ്, കൺവീനർ മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ടൗൺഹാളിന് പുറകിൽ നിന്ന് 5 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. ടൗൺഹാളിന് പുറകിലെ മാലിന്യം വൃത്തിയാക്കുന്നതിനിടെ രാവിലെ 6 മണിയോടെ ശുചീകരണ തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് കോട്ടപ്പടി പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസങ്ങളിലായി ടൗൺഹാൾ പരിസരത്ത് മൂർഖൻ പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടിരുന്നതായി തൊഴിലാളികൾ പറഞ്ഞു. നഗരസഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യ ശേഖരം ടൗൺഹാൾ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവ നീക്കം ചെയ്യാൻ നഗരസഭ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. HVACR എംപ്ലോയീസ് അസോസിയേഷൻ 8ാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടന്നു. റവന്യൂ മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി മാർട്ടിൻ, മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വയനാട് ദുരന്തത്തിൽ മൊബൈൽ മോർച്ചറികൾ ഒരുക്കുന്നതിൽ മുൻകൈയെടുത്ത വയനാട് ജില്ലാ നേതാക്കൾക്കും ഉപഹാരങ്ങൾ നൽകി. സംസ്ഥാന പ്രസിഡന്റ് N ശിവകുമാർ, സംസ്ഥാന സെക്രട്ടറി മനോജ് KR, സംസ്ഥാന ട്രഷറർ റൂബീൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജൻ വെള്ളാപ്പള്ളി എന്നിവർ സംസാരിച്ചു. CPM മണലൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് വെങ്കടങ്ങ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെമിനാർ നടത്തി. ലോക്കൽ സെക്രട്ടറി KK ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ T ശശിധരൻ, ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ, ഡോക്ടർ C മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ചോദ്യപേപ്പർ ചോർത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് KPSTA മുല്ലശ്ശേരി ബ്രാഞ്ച് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുല്ലശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് KG ബാബു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TU ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. ടോണി ഫ്രാൻസിസ്, നിതിൻ ആനന്ദ്, MJ നഴ്സി, ഷീല സേവിയർ തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ രാത്രികാല ഡ്രൈവർമാർക്ക് ചുക്കുകാപ്പി വിതരണവും ബോധവൽക്കരണവും നടത്തി. ഗുരുവായൂർ SI ശരത് സോമൻ ഉദ്ഘാടനം ചെയ്തു. ആക്സ് സെക്രട്ടറി പ്രസാദ് പട്ടണത്ത് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി തോമസ് ചെമ്മണ്ണൂർ, വോളണ്ടിയർമാരായ PK സാബിർ, PS സ്റ്റെഫിൻ, അമൽ രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3204 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. 2 സൈബർ കേസുകളിലെ 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ഇതര സംസ്ഥാനക്കാരായ 3 പേരെ ഉത്തരേന്ത്യയിൽ നിന്നും തൃശൂർ സൈബർ ക്രൈം പോലീസ് പിടികൂടി. പുന്നൂർ സ്വദേശികളുടെ പണമാണ് പ്രതികൾ തട്ടിയെടുത്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്കും മുതിർന്ന പൗരന്മാർക്കും ദർശനത്തിനുള്ള ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. തീരുമാനം ദേവസ്വം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. കാരളം നന്ദി റോഡിൽ പാടത്ത് അറവ് മാലിന്യം തള്ളിയ സംഭവത്തിൽ നടപടി. മാലിന്യം തള്ളിയ പോട്ട സ്വദേശിയെ കൊണ്ട് തന്നെ മാലിന്യം തിരിച്ചെടുപ്പിച്ചു. 25,000 രൂപ പിഴയും ചുമത്തി. കുടിവെള്ളത്തിന് സർക്കാർ സംവിധാനങ്ങളെ കാത്തുനിൽക്കാതെ കൊടുങ്ങല്ലൂർ കല്ലുംപുറം നിവാസികൾ. ജലവിതരണ പദ്ധതി നടപ്പാക്കുന്നത് പ്രദേശവാസികളുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചു. അപ്രതീക്ഷിത മഴയിൽ അരിപ്പൂർ, അന്തിക്കാട്, മണലൂർ പ്രദേശങ്ങളിലെ കോൾ പാടശേഖരങ്ങളിലെ കൃഷിനാശത്തിൽ 1 കോടി രൂപയോളം നഷ്ടം. അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകർ. സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം. കേരള കലാമണ്ഡലം ചിട്ടപ്പെടുത്തും. വിദ്യാർത്ഥികളെ സൗജന്യമായി നൃത്തം അഭ്യസിപ്പിക്കുമെന്ന് കേരള കലാമണ്ഡലം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.